പത്തനംതിട്ട അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഒക്കെ ശേഖരിച്ചിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ നേരെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിലും നയനെ കണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നയനെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചിലപ്പം ആരെയെന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മളെ നവ്യയെ ആയിരിക്കും. നവ്യയെ എതിർത്താലും പിന്നെ നമ്മൾ അഭിയെ അറസ്റ്റ് ചെയ്യുമെന്നായിരിക്കും നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നയന പറയുന്നുണ്ട്, അതെന്തായാലും അവൻ അർഹിക്കുന്നത് തന്നെ, നമ്മൾ എന്തെല്ലാം തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അവൻ ഇനിയും തിരുന്നത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, എന്തായാലും അവൻ തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ആ പാമ്പിനെ കൊണ്ടുവന്നത്, എന്നെ കൊല്ലാൻ വേണ്ടിയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നന്ദു പറയുന്നുണ്ട്, അതിനൊരു സംശയം വേണ്ട ചേച്ചി, ചേച്ചി കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവൻ ആ പാമ്പിനെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എന്തായാലും ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ കുഞ്ഞ് ഇവിടെ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാനുള്ള സ്വത്തും കൂടെയൊക്കെ കൊച്ചിനും കൂടെ പോവുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും അവനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ക്രിമിനൽ ബുദ്ധിയുള്ള ഓരോരുത്തരെ ഇനി വെച്ച് പൊറപ്പിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നയനയും നന്ദും കൂടെ സംസാരിക്കുന്നതാണെങ്കിൽ അഭി അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അഭി ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ അറസ്റ്റ് ആകുമെന്നുള്ള കാര്യത്തിലൊക്കെ ഉറപ്പായി. അതുകൊണ്ട് എന്തായാലും ഇവളെല്ലാ തെളിവുകളും കൊണ്ടാണ് ഇവളിവിടെ വരികയും ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ഇവളെന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇനി ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ നയനയ്ക്കിട്ടൊരു പണി കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അറസ്റ്റായി ജയിലിലായാലും ഈ നയന ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേ ഇരിക്കണം, അതിനുള്ള നല്ല പണി എന്തായാലും ഞാൻ അവൾക്ക് കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ നന്ദു ആണെങ്കിൽ നയനടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ മുകളിലോട്ട് കയറി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവക്കിട്ട് എന്താ പണിയാണ് ഞാൻ ഇനി കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അഭി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അഭിയാണെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പം അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാലും അവളിവിടെ സന്തോഷമായിട്ട് ഇരിക്കരുത്, അവൾ എപ്പോഴും ഉരുകി ഉരുകി അവൾ തീരണം, ആ രീതിയിലുള്ളൊരു പണി അവൾക്ക് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവൾ ആ റൂം മുകളിലല്ലേ, അപ്പോൾ ഇവൾ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് ഇറങ്ങി ഇവൾ വരുമല്ലോ, അപ്പോൾ ഇവൾക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ സ്റ്റെപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചിടാം, അപ്പം അതിനകത്താണെങ്കിൽ നയനയാണെങ്കിൽ വഴുതി വീണ് നേരെ താഴോട്ട് വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അഭി ഇങ്ങനെ പരിസരത്തെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ആരും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണെങ്കിൽ അഭിയാണെങ്കിൽ അവിടെ ആ സ്റ്റെപ്പിലോട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അഭി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീ ഇതെങ്കിലും എനിക്കൊന്ന് സാധിച്ചു തരണം, ഞാൻ എല്ലാം പിന്നെ ഓരോ പ്ലാനുകൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതെല്ലാം ഞാനാണെങ്കിൽ പരാജയപ്പെട്ടേ പോകത്തുള്ളൂ, എന്തായാലും ഇതെങ്കിലും എനിക്ക് നീ സക്സസ് ആക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ നയനയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആ നയന സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിലും പറക്കിൽ നിന്ന് ദേവയാനി വിളിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, മോളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുന്ന സമയത്ത് നയന ചോദിക്കും, എന്താ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയുന്നുണ്ട്, മോളൊന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്ക് ആ പാമ്പിൻ്റെ കാര്യം ഒന്ന് പറയാനാ, എന്തായാലും ഇവിടെ അച്ഛനും എല്ലാവരും ഒക്കെ ടെൻഷനില്ല, ഇവിടെ എങ്ങനെ ഈ പാമ്പ് ഇങ്ങനെ കയറിയെന്നൊക്കെ ഉള്ളൊരു കാര്യത്തിലൊക്കെ എല്ലാവരും ടെൻഷനിലായിട്ട് ഇരിക്കുക, മോളെന്തായാലും ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ നയനയാണെങ്കിൽ അങ്ങ് ദേവയാനി എടുത്തോട്ട് പോകും കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് നമ്മളെ നവ്യ വരുന്നുണ്ട്. നവ്യ വന്നിട്ടാണെങ്കിൽ നവ്യ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നവ്യ സ്റ്റെപ്പിലോട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഇങ്ങനെ എണ്ണമയമൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ നവ്യ ആണെങ്കിൽ അവിടെ നിന്നിട്ട് നയനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നയനയാണെങ്കിൽ മുകളിൽ നിന്ന് സൗണ്ട് കൊടുക്കുന്നുണ്ട്. നവ്യ നേരെ നയന എടുത്തോട്ട് ചെല്ലും കേട്ടോ. അപ്പോഴത്തേക്ക് നയന എടുത്ത് പറയുന്നുണ്ട്, ഇവിടെ സ്റ്റെപ്പിൽ എന്തോ ഒരു എണ്ണമയമൊക്കെ കിടക്കുന്നുണ്ട്, ആരാ എങ്കിലും ഇങ്ങോട്ട് മുകളിലോട്ട് എണ്ണ കൊണ്ടുവന്നെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ നയന പറയും, ഇല്ല ചേച്ചി ഇങ്ങോട്ട് ആരും എണ്ണ കൊണ്ടുവരാൻ ആരും എണ്ണ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നയന പറയുന്നുണ്ട്, അപ്പോൾ അതിനെ ആരെങ്കിലും മനഃപൂർവ്വം ഒഴിച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ നവ്യ പറയുമോ, ഇനി അതും എൻ്റെ ഭർത്താവിൻ്റെ തലയിലാക്കാൻ വേണ്ടിയാണോ നീ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, ഇനിയും അവനെക്കുറിച്ച് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ, ഇവിടെ പാമ്പിനെ കൊണ്ടുവന്നത് തന്നെ അഭിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, കുറച്ച് നേരം ഒന്ന് ഷോക്കായിട്ടൊക്കെ നവ്യ നിൽക്കുന്നു. പിന്നെ ആണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, എന്താ നീ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പാമ്പിനെ കൊണ്ടുവന്ന കുറ്റവും ഇനി അഭിയുടെ തലയിൽ തന്നെയാണോ ഇടുന്നത്, പിന്നെ അതല്ലാതെ അത് കാട്ടിൽ നിന്ന് വന്നതൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യ ആണെങ്കിൽ. അപ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചേച്ചിയുടെ എന്ത് പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കത്തില്ല, ചേച്ചിയാണെങ്കിൽ അമിതമായി അവനെ വിശ്വസിച്ച് ഇരിക്കുക,
പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചിക്കാണെങ്കിൽ അനുഭവം വരുമ്പോഴേ ചേച്ചി അത് പഠിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ജോലിക്കാരിയെ വിളിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ആ സ്റ്റെപ്പിലെ എണ്ണയും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ തുടച്ച് മാറ്റാനൊക്കെ അവിടെ നിൽക്കുന്ന വേലക്കാരി അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയ്ക്കാണെങ്കിൽ എല്ലാം മനസ്സിലായിട്ട് നയന നേരെ അബിയടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അബിയടുത്ത് പറയുന്നുണ്ട്, എടാ നീ ആണെങ്കിൽ എന്നെ പാമ്പ് അടുപ്പിച്ച് കൊല്ലാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ച് എന്നെ എൻ്റെ കുഞ്ഞിനെ കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലേ നീ ഇങ്ങനെ ശ്രമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എൻ്റെ കൂടെ ദൈവമുണ്ട്, പക്ഷെ നിൻ്റെ കൂടെ ഇല്ലാത്തതും അതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അബിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ജയിലിൽ പോയതിന് ശേഷം നീ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് നീ വിചാരിക്കേണ്ട കാര്യമില്ല, നിന്നെ ഞാൻ അതിന് അനുവദിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ പറയുന്നുണ്ട്, അപ്പം നിൻ്റെ തനി സ്വഭാവം എന്തായാലും പുറത്ത് വന്നല്ലോ, എന്തായാലും ഇന്നത്തോടെ നിൻ്റെ അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യം നിനക്ക് എന്തായാലും മനസ്സിലായല്ലേ, പിന്നെ നീ അനന്തപുരിയിലേക്ക് നിന്നെ പടി പോലും നീ കയറത്തില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. അതിനുള്ള കാര്യം ചെയ്യാനുള്ളതൊക്കെ എനിക്കറിയാം, പിന്നെ നിനക്കുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം നന്ദുവും എന്നെ സഹായിക്കുമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന നയനയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി അനന്തപുരിയിലെ പടി നീ ചവിട്ടത്തില്ല, നീ അതുകൊണ്ട് നീ പെട്ടിയും കിടക്കയെല്ലാം ആയിട്ട് നീ റെഡിയാക്കി വെച്ച്, അതിനുള്ള എല്ലാ പണിയും ഞാൻ നിനക്കിപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നല്ല മാസമായിട്ട് നമ്മൾ ആ നയന പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അബി ഇങ്ങനെ ചമ്മലോടെയൊക്കെ നിൽക്കുന്നുണ്ട്. അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്താ ദൈവമേ ഇവക്ക് വിട്ട് എല്ലാ പണി കൊടുക്കാൻ പോയാലും അതെല്ലാം തിരിച്ച് എനിക്കാണല്ലോ കിട്ടുന്നത്, ഇവൾ ഇത്രയ്ക്കും പുണ്യം ഇവൾ എന്താ ചെയ്തിരിക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണെങ്കിൽ നമ്മൾ അബിയാണെങ്കിൽ ആ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അനന്തപുരിയിലും നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ആ ഒരു ഇതിലിങ്ങനെ അബി ഇങ്ങനെ ആ ഒരു ടെൻഷനിലൊക്കെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.